ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബിശ്രീ വ്ലോഗ്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണേ. ക്രിസ്മസൊക്കെ ആഘോഷിച്ച് കാണും എല്ലാവരും. അടുത്ത് ന്യൂ ഇയറും കഴിഞ്ഞു. അപ്പോൾ ഈ പുതുവർഷത്തിലെ എല്ലാവർക്കും എൻ്റെ സന്തോഷം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഒപ്പം തന്നെ പുതുവർഷം ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത സന്തോഷം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പുതുവത്സരത്തിൽ ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിന്ന് ഇടാൻ പോകുന്ന ഈ വീഡിയോ ഒരു പഴം റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നേന്ത്രപ്പഴത്തിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായ തിളയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വാഴയ്ക്കപ്പവും ഉഴുന്നുവടയും പരിപ്പ് വടയൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. പക്ഷേ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചായ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പഴം പൊരി ഉണ്ടാക്കണ്ട, പഴം റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പഴം റോസ്റ്റിൻ്റെ കഥയാണ് ഇന്നത്തേത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 പഴമാണേ. നമ്മുടെ നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്തൊലഞ്ഞ പഴം വേണ്ട, അല്ലാത്ത സാധാരണ ഒരു പഴം. അപ്പം ആ പഴത്തിൽ ഞാൻ അതിനോട് ഉണ്ടാക്കുന്ന ആ ബാറ്റർ വന്നിട്ട് നമ്മുടെ മൈദാമാവും അരിപ്പൊടിയും കുറച്ച് സോഡാപ്പൊടിയും ഇട്ടിട്ട് ഏലക്കായും ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ട് ഞാനതിന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ വന്നിട്ട് അവിലാണ്. അവിലും തേങ്ങയും ശർക്കരയും അതിലും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പഴം റോസ്റ്റിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പഴത്തിനെ എടുത്ത് രണ്ടായിട്ട് കീറി നടുക്ക് വെച്ച് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഫില്ലിങ്സ് വയ്ക്കാൻ പോകുന്നത്. ഈ അവിലിൻ്റെ ഫില്ലിങ്സ് നമ്മളിതിനകത്താണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം ആ ഫില്ലിങ്സ് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം. അത് കട്ട് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് നടുക്ക് കട്ട് ചെയ്യണം. കുറച്ച് ഭാഗം കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ഫില്ലിങ്സ് വെക്കാൻ പോകുന്നു. അവലിൻ്റെയും തേങ്ങയുടെയും ശർക്കരയുടെയും ഒക്കെ ആ ഫില്ലിങ്സ് അതിനകത്തോട്ട് വെക്കുക. നമ്മൾ അവിൽ നേരത്തെ നനച്ച് വെച്ചേക്കണം, അപ്പോഴേ അവിൽ സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ലൈറ്റായിട്ട് സ്പൂൺ വെച്ചൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോഴേ അതൊന്ന് സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്പൂൺ വെച്ച് ലൈറ്റായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നത്. അതിന് ശേഷം ഈ ഫില്ല് ചെയ്ത ഈ പഴത്തിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഇടും. നമ്മുടെ മൈദാമാവിൻ്റെയും അരിമാവും മൈദാമാവും നമ്മുടെ സോഡാപ്പൊടിയും ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട ഈ ബാറ്ററിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കുക. അതിനെ നമ്മളൊന്ന് മൂടിയെടുക്കുക. അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം പിന്നെ സ്പൂൺ കൊണ്ടാണ് ഞാൻ അതിനെ ഒന്ന് കവർ ചെയ്തെടുത്തത്. അതിന് ശേഷം നമ്മളതിനെ എടുത്ത് നല്ലതായിട്ട് ഫില്ല് ചെയ്യണേ, ഇല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന സാധനമൊക്കെ അത് വെളിയിൽ വരും. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിൽ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്, വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കണ്ടില്ലേ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ പഴം റോസ്റ്റ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ പഴം റോസ്റ്റ് മറിച്ച് തിരിച്ചൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ രാവിലെ ഈ പിള്ളേർക്ക് പഴമൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കെല്ലാം ഇതേപോലെ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം നന്നായിട്ട് വയറ് നല്ല ഫില്ലായിരിക്കും. അപ്പോൾ ഒരു ചായയും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതി അറിയിക്കണം. എനിക്ക് മെസ്സേജ് അയച്ച് എന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളുണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങളെ മക്കൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. അപ്പോൾ കണ്ടില്ലേ, ഞാനതിനെ എടുത്തിട്ട് കട്ട് ചെയ്യുകയാണ്. നല്ല പൊരിച്ച് കോരി എടുത്തിട്ട് അതിനെ കട്ട് ചെയ്യുകയാണ്. കണ്ടില്ലേ, അതിനകത്തുള്ള ഫില്ലിങ്സും അതിൻ്റെ ബാറ്ററും എല്ലാം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഴവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ എന്ത് പറയാനെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പഴം വാഴയ്ക്കൊപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കഴിക്കുമ്പോൾ പിന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. പക്ഷേ ഈ പഴം റോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫില്ലായിപ്പോവും. അത്രയ്ക്ക് നല്ലൊരു ഫില്ലിങ്സ് തരുന്ന ഒരു പലഹാരം കൂടെയാണ് ഈ പഴം റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ അവിലിന് പകരം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് പൊടിച്ചിട്ട് അതിൽ നമ്മൾ തേങ്ങയും ചേർത്ത് അങ്ങനെയും നമുക്കിതിൽ ഫില്ലിങ്സ് ഉപയോഗിക്കാം. അതിന് നമ്മൾ ശർക്കര ഉപയോഗിച്ചില്ലെങ്കിൽ തേങ്ങ വെച്ച് നമുക്ക് ഫില്ലിങ്സ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ ഈ നട്ട്സുകളെല്ലാം പൊടിച്ചിട്ട് അതിനകത്ത് തേങ്ങയും ചീരയും ചേർത്ത് അതിനകത്ത് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് ഏലക്കാപ്പൊടിയെല്ലാം ചേർത്ത് അതിനെ നമുക്ക് ഇതിനകത്ത് ഫില്ലിങ്സ് ആക്കി വെച്ച് ഇതേപോലെ നമ്മൾ ബാറ്ററിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.